ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ നിന്നിരിക്കുന്നത് നമ്മുടെ വികാസ് ക്രൈം സിമുലേറ്റർ 2 തന്നെയായിട്ടാണ്. ഓക്കെ, സോ ഇന്ന് ഞാൻ കുറച്ച് ഭംഗിയുള്ള കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമൊന്നുമല്ല നമ്മൾ. സോ നമുക്ക് ഇന്ന് കുറച്ച് മെഷീൻസൊക്കെ ചെയ്ത് കുറച്ച് ഇതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടിക്കുവാൻ ട്രെഡ്മില്ലൊന്നും കയറണ്ട, വെറുതെ ചിലപ്പോൾ സമയം പോകും. എനിക്ക് കയറാൻ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ, അതാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വല്ല കാറോ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കൊക്കെ എത്താം. പക്ഷെ ഞാൻ മാപ്പ് കൂടെയാണ് ഇപ്പോൾ നോക്കേണ്ടത്. നമുക്ക് എൻ്റെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, മറ്റേ അടിയുണ്ടാക്കണത് ഒരു സ്ഥലം, അത് എവിടെയായിരുന്നു? അത് മറ്റേ ബ്ലാക്ക് കളർ, പിന്നെ ഒരു പച്ച കളറുണ്ട്. പക്ഷേ ഞാൻ വേറെ ഇതാണ് ഇട്ടോ എടുക്കാൻ പോണത്. ഏതാപ്പം എടുക്കുക? മറ്റേ ഡയമണ്ടൊക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ അത്യാവശ്യം ഡേഞ്ചറാണ്, പക്ഷേ പേടിയുള്ളതുകൊണ്ടല്ല. എനിക്ക് വെറുതെ അവിടെ കുറേ ചിലപ്പോൾ ഞാൻ ചാവും, പിന്നെ ഞാൻ അതിൽ തന്നെ കളിക്കണം, അതെനിക്കിഷ്ടമല്ല. അല്ലേ, ഇത് നമുക്ക് എടുക്കാം. ഇതിൽ ഡയമണ്ടൊക്കെ ഉണ്ട്, കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടട്ടെ. സോ അതിലെഴുതിയിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാറിനെ ഫോളോ ചെയ്യണം, എന്നിട്ട് എന്തൊക്കെയോ അവരുടെ സ്ഥലത്ത് പോയിട്ട് അടിക്കണം. കണ്ടിന്യൂ. മതി എനിക്കറിയാം, നമ്മുടെ കാർ അവിടെ ഉണ്ടെന്നുണ്ട്. കൊച്ചിൻ്റെ കൊല്ലം ഇങ്ങനെ ഇഴഞ്ഞ് കഴിഞ്ഞിട്ട് അയാൾ പോകുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് പോയി. കുറച്ച് ടൈം എടുക്കും. അത് തെറിപ്പിച്ചു, എല്ലാം അടിച്ച് തെറിപ്പിച്ചു. ഓക്കെ, ഇപ്പോഴാണല്ലേ ന്യൂസിന്. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്യുന്നത് നിർത്തണം. അല്ലേ, ടു ക്ലോസ് ആവാനും പാടില്ല, അധികം ഫാറാവാനും പാടില്ല. ചെക്കൻ നമ്മുടെ പോലെയാണ് കേട്ടോ. മുമ്പിൽ വല്ല വണ്ടി ഉണ്ടെങ്കിൽ ഓവർടേക്ക് റോഡിലൊന്നും ഇല്ല ചെയ്യുക, അപ്പുറത്തെ കൂടെ പോകും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ട് അങ്ങോട്ട്. ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ സംഭവം. ഇവിടെ തന്നെ ആവണം തോന്നുന്നതാണ് കേട്ടോ. അതാ അവനെ ഇടിച്ചു. അപ്പം നമ്മുടെ പോലെ കേട്ടാ, അവനെ ഇടിച്ചെറിപ്പിച്ചു. ഇതപ്പോൾ പോസ്റ്റ് ഇടിച്ചെറിപ്പിച്ചു. ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിന് ഡ്രൈവ് ടു ദ പോയിന്റ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. സോ ഇവിടെയാണ് അവരുടെ ഗ്യാങ്ങിൻ്റെ സ്ഥലം. നമുക്ക് ഈ മണ്ടൻ നോക്ക് അവൻ്റെ ആൾക്കാരുടെ വഴി തന്നെ കാണിച്ചു തന്നിട്ട് അവൻ പോവുകയാണ്. ഫസ്റ്റ് ഇവനെ ഞാൻ കൊല്ലട്ടെ. ഓക്കെ, ഇവനെ കൊന്നിട്ട് നമുക്ക് പോവാം. അത് ശരി, അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നിട്ട് തന്നെ ഞാൻ കൊന്നു. ഇത് പൊട്ടിത്തെറിപ്പിച്ചിട്ട് പോവാം. അവൻ അങ്ങനെ സുഖമായിട്ട് ഇരിക്കണം. അവരുടെ ആൾക്കാരല്ലേ. അസ്ഥികൂടൊക്കെ മാഞ്ഞ. എന്തായാലും അവിടെ ആൾക്കാരൊന്നുള്ളതുകൊണ്ട് വെറുതെ എവിടെ ഇരിക്കണ്ട. അവന്മാരെവിടെ? അത് ശരി, ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി അവന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോയി മണ്ടൻ. പേടിയാന്ന് തോന്നുന്നതാണ്. ഈ തടിയനായിരുന്നല്ലേ ഇത്ര നേരം അവൻ്റെ കൈയും വെച്ച്. എന്തുവാടാ കോക്രോച്ചൊക്കെ? എൻ്റെ കോക്രോച്ചൊക്കെ കണക്കാക്കി ഇവന്മാരൊക്കെ ബോഡി ഷേം ചെയ്യുന്നതാ. ഓക്കെ, ഡയമണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വേണ്ട. സോ നമുക്കിത് ഇവന് ഞാൻ കൊല്ലാതെ ഈ മിഷൻ എങ്ങനെയാണ് കഴിഞ്ഞത്? എന്തായാലും ആയിക്കോട്ടെ. സോ എനിക്ക് ലക്കായിട്ട് അന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തേലും കിട്ടി. നന്നായി. ഇത് ഉപകാരം ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് കഴിയില്ല. അപ്പം മെഡിക്കൽ കിറ്റ് അധികം യൂസ് ചെയ്യണ്ട. ഇതിലേതാ എടുക്കും? ഇതിൽ ഞാൻ വന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ പിങ്കാണ്. പക്ഷേ കൂടുതൽ ഇതെടുക്കാനാണ് കേട്ടോ. ഇത് കുറച്ച് ഇതാണെങ്കിൽ മറ്റേ എപ്പോഴും കിട്ടി ജീപ്പൊക്കെ. ഇതൊക്കെ ഇടയ്ക്കേ കിട്ടുള്ളൂ. അതുപോലെ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട്, സാധാരണ വണ്ടി പോലെ. പക്ഷെ ഇതിന് സ്പീഡുണ്ടോ? അവിടെയും പോയി കളിച്ചു. അപ്പോൾ ഞാൻ എന്തുവാ ഈ സംഭവിച്ചേ? പോലീസ് മാമനെ പിടിച്ച അതാ ആ മലയൊക്കെ ഇറങ്ങി വരുന്നു. നമുക്ക് ഇവിടെ നിന്ന് നിർത്തി നോക്കാം. അവന്മാരെന്താ ചെയ്യണേ? പൊട്ടന്മാരാ എന്ത് ചെയ്യണം നോക്കാം.
നീ പേടിക്കണ്ട. അമ്മ എയർബാഗ് മതിയോ? ഇല്ല ഇല്ല, എയർബാഗ് ഇല്ലേ? ആർക്കറിയാം. ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിക്കുന്നുണ്ട്. അയ്യടാ അവിടെ കിടന്നുറങ്ങിക്കോ. അടുത്തം വരട്ടെ. അടുത്ത അതാ അച്ചടാ. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് കുറച്ച് കൺട്രോള് ഇതുണ്ടോന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഫ്രണ്ടിനെ നീ കൊന്നോടാ. നിന്നെ ഞാൻ അയ്യോ വണ്ടി എടുത്തു പഠിപ്പിച്ചിട്ടോ. അയ്യോ പേടിച്ചു ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. അയ്യേ അപ്പുറത്ത് കൂടെ. എടാ ഞാൻ ഇവന്മാര് ശരിക്കും പൊട്ടന്മാരാ. ഹായ് അവിടെ ഫസ്റ്റ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേടാ പൊട്ടന്മാരെ. വന്നിട്ട് വാ പോലീസിലൊക്കെ. സ്പീഡില്ല. ഇവരുടെ വണ്ടി എടുക്കാട്ടോ. ഒന്നിറങ്ങി തരൂ ചേട്ടാ. എന്റെ വണ്ടി എടുക്കേ. ഇമ്മക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവണത്. ബൈ. പോലീസുകാർ അത്യാവശ്യം സ്പീഡുള്ള സംഭവമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇനി അടിക്ക് ഇതെങ്ങനെയും പോലീസിൻ്റെ സ്റ്റാർ ഇടണം. പക്ഷേ അവിടെയും പോയി ഇടിച്ചു. താമൻ വരുന്നു. അവിടെ കൊണ്ടിടിച്ചു. അപ്പുറത്ത് കൊണ്ടിടിച്ചു. അയ്യോ ഇങ്ങനത്തെ ഓരോ മണ്ടന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ നമുക്ക് എങ്ങോട്ട് പോകണ്ട ശരിക്കും ഇതിനൊക്കെ ഓടിക്കാം. അയ്യോ മറ്റേ റോബോട്ട് വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റോബോട്ട് നമ്മളെ ഫോളോ ചെയ്യും. ടീമന്മാർ പതുക്കെ ഓടിച്ച് നടക്കും. ബീച്ച് കണ്ടെത്തി. ഈ ബീച്ചിലിപ്പോൾ ഞാൻ വന്ന് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമന്മാർ നേരെ പോയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് അമ്മമാരുടെ വണ്ടിയൊക്കെ ഇടിച്ച് കയറ്റും. റോട്ടിൽ അവിടെയും കൊണ്ടിടിച്ചു. എന്നെ തള്ളിട്ടോ. ഞാൻ തള്ളിയിട്ടു. ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇവന്മാർ എൻ്റെ ഉള്ളിലിരുന്ന് ചാവുക ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കോമഡി. അവന്മാർക്ക് എൻ്റെ ഉള്ളിൽ വന്നോ? ഇല്ല അവന്മാർ വരികയാണ് കേട്ടോ. പക്ഷേ ഇപ്പം എന്തൊക്കെ അവന്മാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. കുറേ ഞാൻ ഇതുപോലെ ചെയ്യണമുണ്ടേ. ബീച്ചിൽ വന്നിങ്ങനെ നിൽക്കണോണ്ട് ഇവന്മാർക്ക് മനസ്സിലാകുന്നുണ്ട്. ഫിസിക്സ് നേരാവണ്ണം കയറിയ ആവില്ല. നമ്മൾ ചിരിച്ച് കയറണം. മടിയാ എന്താടാ വലിയ ഷീൽഡൊക്കെ വെച്ചിട്ട് പോ നീ. പാവം അടുത്തവൻ വരുന്നുണ്ട്. പോടാ പോ. ബായ്. മറ്റവനോട് അടുത്തവനോട് ഇവനേതാ? അതാ പോയി സ്ട്രീറ്റിലേക്ക്. എന്തോ നീ കാട്ടുന്നേ? അങ്ങോട്ട് മാറിയത്. അല്ല നീ നീന്താൻ വന്നില്ലടി. നീന്തിട്ടോ. നീന്ത് അവിടെ പോയി നീന്ത്. പോ. ശല്യം കോഴിയാട്ടി. കുറേ പൈസയൊക്കെ ഇട്ടുണ്ട്. അടുത്ത പോലീസ് വണ്ടി വന്നു. ഹായ്. ഞാൻ വിളിച്ചുതരാം. അയ്യോ അതാ പോയി. രണ്ടെണ്ണം കൂടി പോയി. അയ്യോ പോലീസുകാർ പോയില്ല. അതാ പോലീസുകാരും പോയി. താൻ ആരോടോ? തനിക്ക് നീന്തണ്ട. നീന്തിക്കോ. പോക്കോ. കുറച്ച് കുളിച്ചിട്ടോ. അടുത്ത വന്നു. വാ. ഇവരെ എങ്ങോട്ടോ ഡ്രൈവ് ചെയ്ത് പോണേ? അങ്ങോട്ടോ? ഇവിടെ അതാ അവൻ്റെ മേത്ത് കൂടെ വണ്ടി മറിഞ്ഞു. വേറെ കോൾ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക്. ഈ സമയത്തൊക്കെ അതിനൊക്കെ കോൾ ചെയ്യാം. അടി കൊണ്ട സമയത്തൊക്കെ ചാവ്. അല്ലാത്ത സമയത്ത് ഒരു ആളും വിളിക്കില്ല കേട്ടോ എന്നെ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അടുത്ത കീപ് ന്യൂ പവർഫുൾ വെപ്പൺ. ഞാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? നമുക്കെന്തായാലും അക്സെപ്റ്റ് ചെയ്തു. ഇതൊന്നും കുഴപ്പമില്ല. ഏതൊരു സ്ഥലത്തേക്ക് പോകാൻ പറയും. ടൈം ഇത് ഗ്ലിച്ചാ. ഇത് പറ്റേ അതാ കൊന്തി. അല്ല ഈ വണ്ടി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിലാളുണ്ടോ? ഇതിലാളുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. അല്ലടാ ഇതെങ്ങനെ? അയ്യോ ഇത് ഗ്ലിച്ചടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ? പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കടലിൻ്റെ വല്ല ഗ്ലിച്ചാവും.
ചിലപ്പോൾ അവന്മാർ വല്ല ആക്സിലേറ്റർ ചവിട്ടിയപ്പോൾ ഗ്ലിച്ചായിട്ടുണ്ടാവും. അടുത്ത കാർ, ഈ കാറും അപ്പുറത്തേക്ക് പോട്ടെ. ഇതിലാളില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതിലൊക്കെ ആളില്ലാത്ത പോലെ എനിക്ക് കാണുന്നത്. അതാ പോയി. ഇപ്പോൾ പോയ കാറുകളൊക്കെ നമുക്ക് വിശദമായി കാണാം. അടിയിൽ ഒരു ചത്ത കിടക്കുന്നുണ്ടല്ലേ. എന്താടാ ഞണ്ട് അരിക്കണ പോലെ ബാക്കി കരിച്ചിട്ട് കാര്യമില്ല. ഞണ്ടോ? നീ വണ്ടാണ്. വണ്ട് കറക്റ്റ് വണ്ട്. മണ്ടൻ. വെള്ളത്തേക്ക് പോയി. കൂടെ വെള്ളത്തേക്ക് പോയി. സ്ലൈഡ് ആക്കിയിട്ട് പോയി അവൻ. സോ ഇനി നമ്മൾ എങ്ങോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വണ്ടികൾ എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് പോലീസ് വണ്ടികൾ. അങ്ങനെ താഴിക്കണം. പോട്ടെ. ജങ്ക് പോയില്ല തന്നെ. ഇത് എന്ത് ഗ്രിപ്പാടാ ഈ വണ്ടിക്കൊക്കെ, ടയറിനൊക്കെ. അതേതാ അവനേതാ? വാ അയച്ചടാ. തെറിച്ചു പോയോ? അവൻ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോയി. കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ചത്തില്ലേ അവൻ? ചത്ത്. ഇനി നമ്മുടെ മിഷൻ നമുക്ക് ചെയ്യാൻ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് ഓട്ടമാടാ അത്. ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുമല്ലോ. ഒന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ നടുക്ക് നമുക്ക് നീന്തി പോവാം. അപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ കട്ടാക്കുന്നുണ്ട് കേട്ടോ സംഭവം വീഡിയോ. കാരണം അത്യാവശ്യം നല്ല സമയം എടുക്കും ഇത്. അതായത് ഒരു കുറേ നേരം എടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിൻ്റെ സ്റ്റാറിന് കഴിയണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. 2 സ്റ്റാറേ ഉള്ളൂ ഭാഗ്യം. അല്ലെങ്കിൽ വേറെ വല്ല റോബോട്ടോ ഹെലികോപ്റ്ററൊക്കെ വരും. ഞാനിപ്പോൾ കുറേ നേരത്തെ നീന്തലിന് കുറച്ച് നേരം എടുത്തുട്ടോ നീന്തി ഇവിടേക്ക് എത്താൻ. നമുക്ക് വണ്ടി തരാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി വണ്ടിയൊക്കെയാണ്. സ്പീഡുണ്ടോ എനിക്കറിയില്ല. ലുക്ക് മാത്രമായിട്ടൊരു കാര്യമില്ല. എന്തായാലും സ്പീഡൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറുമോ? നമ്മളൊക്കെ പ്രോവല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി. എന്താ ഓക്കെ ശരി. ഇത്ര അടുത്തുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇത് ഞാൻ ചെയ്ത മെഷീനല്ലേ? മനസ്സിലായി. ആരോ ചീറ്റ് എടുക്കാമോ? ചീറ്റ് കോഡല്ല, ചീറ്റിങ്. എടാ ഇവന്മാർക്ക് എന്താ രക്ഷപ്പെടണേ മേടിക്കാൻ വരുമ്പോൾ? അതുകൊണ്ട് പക്ഷേ അത് കണ്ടിട്ടില്ല. കൊണ്ട് അത് കണ്ടില്ല. ഇവനും കൊണ്ട് ഇപ്പോൾ തവള ചത്ത പോലെ അവിടെ കിടക്കുന്നുണ്ട്. അതവൻ വരുന്നുണ്ട്. ചെക്കനെന്താ പ്രോണാണ്ട് ചെയ്യാൻ അല്ലേ? എന്താ എന്നെ അയ്യോ മണ്ടന് ഇപ്പോഴാണ് ബോധം വന്നത്. അവനും തെറിച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ മൊത്തം കോമഡി. അടുത്ത ആൾക്കാർ വരട്ടെ. അയ്യോ എൻ്റെ വണ്ടി പൊട്ടാറായോ? ഇല്ല. ഒരുത്തെന്താ എൻ്റെ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചെക്കൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക വണ്ടർലയുടെ പരസ്യത്തിന്. മണ്ടൻ. ചെക്കൻ്റെ സ്റ്റാറൊക്കെ അകന്നു പോകുന്നുണ്ട് ഇല്ലേ? സാധാരണ റേഞ്ച് അല്ല, എത്രയോ കുറേ റേഞ്ച് ഉണ്ട് ഇതുണ്ട് സ്റ്റാർ. സാധാരണ അവൻ്റെ തലയിൽ മാത്രമേ ഉണ്ടാവുക, തലയുടെ ചുറ്റും. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തല്ല, അവനും ഉണ്ട്. അവനുണ്ടോ? കൊണ്ട്. അയ്യോ ഇതിനെ ഞാൻ ബാക്കിലേക്ക് അടിക്കണോ കുറച്ചുകൂടി എഫക്റ്റീവ് അല്ലേ? ബാക്കിലേക്ക് അടിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഏരിയക്ക് വരുന്നവരെല്ലാം നമ്മൾ പുറത്തേക്ക് തള്ളിവിടും. മറ്റേതാണെങ്കിൽ കുറച്ച് അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ. വണ്ടിക്ക് തീ പിടിച്ച അപ്പോഴേക്കും ആൾക്കാരൊക്കെ അടിച്ചിട്ട് അത് സീനാട്ടോ. അല്ലല്ല, വണ്ടി ആൾക്കാരെ അടിച്ചിട്ടല്ല, ചിലപ്പോൾ അവർ വെടിവെച്ചിട്ടോ. ഇവരൊക്കെ ഈ സൂപ്പർമാൻ്റെ വില പറന്നു പോകുന്നുണ്ടല്ലേ. ഓഫറൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഓഫറൊന്നും വേണ്ടല്ലോ. വേണ്ട എനിക്ക് വേണ്ട. അപ്പോൾ നമുക്ക് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവൻ കറങ്ങി വരാൻ നോക്കിയതാ. ചക ഷോ കാണിക്കാൻ നോക്കി.
തീർത്ത്. ആ ശരി എനിക്ക് നന്നായിട്ട് കാശൊക്കെ കിട്ടണ്ടേ, എന്ത് ചെയ്യാൻ? അവരിങ്ങനെ വാരിക്കോരി തരില്ലേ. പണക്കാരനായ പിന്നെ ഞാനപ്പോൾ എന്താ ചെയ്യാൻ? അവരൊക്കെ ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്ര മതി ഇന്നത്തേക്ക് കളിച്ചത്. അതാ വേണം. അപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടാവുക. ആൻഡ് ഈ ATM ഒക്കെ ഒന്ന് ഹാക്കാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഹാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കാസിനോൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ നിർത്താം. ഈ ഗ്രനേഡ് എടുത്തിട്ട് ഇയാളല്ല അവിടേക്കൊന്നും അറിയണ്ട. ഫസ്റ്റ് ആ കൗണ്ടർ വയ്ക്കുന്നൊരു പെണ്ണില്ലേ, വട്ട് പിടിച്ചോള്, ഇവളെ ഫസ്റ്റ് എറിഞ്ഞു കൊല്ലണം. അത്രേ ഉള്ളൂ. അച്ചടാ അസ്ഥി കൂടായി. എന്താ ഇപ്പോൾ സ്ലിം ബ്യൂട്ടി ആയില്ലേ, അധികം വലിഞ്ഞപ്പോൾ അസ്ഥി കൂടെ. അല്ല ചേട്ടാ, അത്രേ ഉള്ളൂ. ഒരൊറ്റ അടിക്ക് തീർന്നു അയാൾ. ഇനി ചവിട്ടിക്കൊല്ലി, ചവിട്ടി അടിച്ചെന്താ കൊല്ല്. അങ്ങനെ അതന്നെ. ചവിട്ട് അങ്ങനെ തന്നെ. ഇനി കുഞ്ഞിന്ന് അടിച്ചു. അടിപൊളി, സെറ്റായിട്ടുണ്ട്. ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ചെക്കൻ തീർന്നുണ്ട്. ചെക്കൻ അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കണ്ടായിരുന്നേ. ഒരൊറ്റ അടിക്ക് അയാൾ തീർന്നു. എൻ്റെ മോനെ, അയാൾ തെറിക്കലുണ്ടോ? ബാക്കി ഒരൊറ്റ തെറിക്കല്. ഇയാളെ കുറച്ചു നേരം കൊല്ലണം. എന്നാൽ ഗ്ലിച്ചടിക്കുന്നുണ്ടോ ഇയാൾ? അടിച്ചടിച്ചു. ചത്തു. അടിപൊളി. ഇതേതാ ഇനി ചവിട്ട? അതാ പറഞ്ഞുപോയി. ഇതെന്ത് ഈ ചുള്ളിക്കമ്പൊക്കെ തെറിച്ചോണമല്ലോ ആയത്. വീണ്ടൊരു ചവിട്ടോട്ട. അത് അങ്ങോട്ട് വീണ്ടും ഇറങ്ങിയിട്ട്. ഹലോ, അത്രേ ഉള്ളൂ. അവിടെ കിടക്കട്ടെ. എന്താ കിടപ്പ്? കിടക്കയിൽ വരെ അയാളിങ്ങനെ കിടന്നുണ്ടാവില്ല. അയാൾ എണീക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കൊല്ലാൻ മറന്നു. ആ പൊട്ടത്തി അവിടെ പോയി നിൽക്കുന്നുണ്ട് വട്ടായിട്ട്. ഞാൻ കൗണ്ടർ നിൽക്കുന്ന ആളാണേ. അതാ പേടിച്ചോടി. അതുകൊണ്ട് അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിട്ടും ചോട്ടത്തിലേക്ക്. അത് അയാൾ മനസ്സിലാക്കി, നമ്മളെ കണ്ടു. അത്രേ ഉള്ളൂ. ഇനി ഇതിന് അത് കറങ്ങി വീണുണ്ടോ? തല കറങ്ങി വീണ പോലെ ഒറ്റതില്ല. അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഗ്രനേഡൊക്കെ എറിയാം കേട്ടോ. ഗ്രനേഡ് 5-6 വാങ്ങാം. എന്നിട്ട് ഒരൊറ്റ എറിയില് അറിഞ്ഞോ അത്രേ ഉള്ളൂ. അതാ ചത്ത്. അവൻ പേടിച്ചോടി. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.